എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ അമ്മേ പ്രകൃതീശ്വരി. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 16 ഇന്ന് ആരംഭിക്കുകയാണ്. സ്തുതിപാഠകർ പൃഥുരാജാവിനെ പ്രശംസിച്ച് സ്തുതിക്കുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ പൃഥുരാജാവ് പറയാണ്, മഹാരാജാവ് പറയാണ്, അതിനുള്ള യോഗ്യതയിൽ എത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്നെ സ്തുതിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു അധ്യായത്തിൽ അവർ ഭഗവാനെ പൃഥുവിനെ സ്തുതിക്കുന്നതാണ് നമ്മൾ ഇനി കാണുന്നത്. ശ്ലോകം 1. മൈത്രേയ ഉവാച. ഇതി ബ്രുവാണം നൃപതിം ഗായക മുനിചോദിതഃ തുഷ്ടുവുഹു തുഷ്ടമാനസ തദ്വാക് അമൃത സേവയാ. ഇതി, അതായത് കഴിഞ്ഞ അധ്യായത്തിൻ്റെ ബാക്കി. ഇപ്രകാരം ബ്രുവാണം പറഞ്ഞപ്പോൾ, നൃപതി അതായത് പൃഥു മഹാരാജാവ് ഇപ്രകാരം പറഞ്ഞപ്പോൾ, തത് വാക്ക് അമൃത സേവയ, ആ വാക്ക് അദ്ദേഹത്തിൻ്റെ വാക്കാകുന്ന അമൃതത്തെ സേവിച്ചിട്ട്, അതായത് അദ്ദേഹം പറഞ്ഞ ആ കാര്യം അത് അമൃത തുല്യമായ വാക്കുകളാണ്. ഇല്ലാത്തവരെ ആദരിക്കരുത് എന്ന് പറഞ്ഞത്. ആ അമൃത തുല്യമായ വാക്കുകളെ സേവിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് ഗായക, ആ സ്തുതി പാഠകർ, മുനി ചോദിത, മുനിമാരാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ട്, തുഷ്ടമാനസ, സന്തുഷ്ടമായ മനസ്സോടുകൂടി, തുഷ്ടുവു, ഭഗവാനെ സ്തുതിച്ചു, പൃഥുരാജാവിനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് ആ സ്തുതി പാഠകർ, ഋഷിമാർ പറയുന്ന അവരുടെ നിർദ്ദേശപ്രകാരം വളരെ സന്തോഷം നിറഞ്ഞ മനസ്സോടെ പൃഥു മഹാരാജാവിനെ സ്തുതിച്ചു എന്ന്. ശ്ലോകം 2 അവർ പറയാണ്, ആദ്യം തന്നെ അവർ പറയാണ്, ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല ഭഗവാനെ, ഭഗവാന്റെ മഹിമ വർണ്ണിച്ച് സ്തുതിക്കാനുള്ള യാതൊരു യോഗ്യതയും കഴിവും ഇല്ലാത്തവരാണ് ഞങ്ങളെന്ന് ആദ്യം അവർ സമ്മതിക്കുകയാണ്. ശ്ലോകം 2 ന അലം വയം തേ മഹിമാനുവർണ്ണനെ യഹ ദേവവര്യഃ അവതാരമായയ വേന അംഗജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതീനാം അഭി ബഭ്രമുഹു ദിയഃ. ഇവിടെ പറയുകയാണ് വയം. അപ്പോൾ ഭഗവാനോട് പറയുകയാണ് ഈ സ്തുതി പാഠകരെ, വയം ഞങ്ങൾക്ക്, ന അലം, അലം എന്ന് വെച്ചാൽ ആ ഒരു കർമ്മത്തിനെ കുറിച്ചുള്ള എന്ന് വെച്ചാൽ യാതൊരുവിധ കഴിവുമില്ല എന്ന്, അങ്ങയെ വർണ്ണിച്ച് സ്തുതിക്കാനുള്ള ഒരു കഴിവും ഞങ്ങൾക്കില്ല. തേ അങ്ങയുടെ മഹിമാനുവർണ്ണനെ, അങ്ങയുടെ മഹത്വങ്ങളെ വർണ്ണിക്കാനുള്ള അതിനുള്ള യോഗ്യരല്ല ഞങ്ങൾ, അതിനുള്ള കഴിവും ഞങ്ങൾക്കില്ല. യഹ ആരാണോ, ദേവവര്യഃ ദേവന്മാരിൽ ശ്രേഷ്ഠനായിട്ട്, മായയാ അവതാര സ്വന്തം മായാശക്തിയാൽ ഒരു ശരീരമെടുത്ത് ഈ ഭൂമിയിൽ അവതരിച്ചത്. എങ്ങനെ അവതരിച്ചത്? വേന അംഗജാതസ്യ, വേനൻ്റെ ശരീരത്തിൽ നിന്നും ജനിച്ച, തേ അങ്ങയുടെ പൗരുഷാണി ആ മഹത്തായ കർമ്മങ്ങളെ, എന്നിട്ട് പറയുകയാണ് വാചസ്പതീനാം, വാചസ്പതീനാന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് കസർത്ത് കാണിക്കുന്ന പ്രഭാഷകരുണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും ഉടനെ അവരുടെ ഉള്ളിൽ തെളിഞ്ഞു വരും വാക്കുകൾ. അങ്ങനെയുള്ള വാചസ്പതീനാം, അതായത് ആ പ്രഭാഷകർക്ക് പോലും, പ്രഭാഷകനാണെങ്കിൽ പോലും, ദിയ അവൻ്റെ ബുദ്ധി, ബഭ്രമുഹു അതായത് ഒന്ന് സ്തംഭിച്ച് നിന്ന് പോവും, എന്താ പറയണ്ടേ എന്ന്, അതായത് സംഭ്രമിച്ചു പോകും എന്നാണ് പറയുന്നത്. ഭഗവാന്റെ മഹിമകളെ വർണ്ണിക്കാനൊന്നുള്ള യോഗ്യതയും അതിനൊന്നും ഞങ്ങളായിട്ടില്ല, ഞങ്ങൾക്ക് അതിനുള്ള കഴിവുമില്ല. ദേവന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങ് തന്നെ അങ്ങയുടെ മായാശക്തിയെ ഉപയോഗിച്ച് ഒരു ശരീരരൂപമെടുത്ത് വേനൻ്റെ ശരീരത്തിൽ നിന്നും പുത്രനായി ഈ ഭൂമിയിൽ അവതരിച്ച അങ്ങയുടെ കർമ്മങ്ങളെ വർണ്ണിക്കാൻ പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രഭാഷകനാണെങ്കിൽ പോലും അവൻ്റെ ബുദ്ധി ഒന്ന് സംഭ്രമിക്കും. ഭഗവാനെക്കുറിച്ച് എന്താ പറയുക?
എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, അവസാനിപ്പിക്കാൻ പറ്റുമോ? ഭഗവത് വർണ്ണന എന്തെങ്കിലും തീർക്കാൻ പറ്റുമോ? ഇല്ല. അതിനൊരു പരിധിയുണ്ടോ? ഇല്ല. അപ്പോൾ ഏറ്റവും വലിയ പ്രഭാഷകന്മാർ പോലും ഒന്ന് സംഭ്രമിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ എന്ത് സാധിക്കും അങ്ങയെ പുകഴ്ത്താൻ എന്നാണ് ആ സ്തുതി പാഠകർ പറയുന്നത്. ശ്ലോകം 3 എന്നാലും കൂടി അവർ പറയാണ് എങ്കിൽ പോലും എന്നിട്ട് പറയാണ് അതാ അഭി ഉദാരശ്രവസഃ പൃഥോഹോ ഹരേഹേ കലാവതാരസ്യ കഥാമൃത ആദൃത യഥാ ഉപദേശം മുനിഭിഃ പ്രചോദിത ശ്ലാഘ്യാനി കർമാണി വയം വിദന്മഹി. അതാബി എങ്കിൽ പോലും, അതായത് ഞങ്ങൾ അങ്ങയുടെ മഹിമകളെ വർണ്ണിക്കാൻ യാതൊരു കഴിവുമില്ലാത്തവരാണ്, യോഗ്യരല്ല. എങ്കിൽ പോലും ഉദാരശ്രവസ, ഉദാരമനസ്കനായ ഹരേഹേ ഹരേഹേ കല അവതാരസ്യ ഭഗവാൻ ശ്രീഹരിയുടെ അംശാവതാരമായിട്ടുള്ള പൃഥു മഹാരാജാവിനെ കഥാ അമൃതാദൃത, കഥാ അമൃത ആദൃത എന്ന് വെച്ചാൽ കഥാമൃതം, പൃഥുവിൻ്റെ ചരിതം, പൃഥു ഇനി വരാൻ പോകുന്ന കാലത്ത് എന്തൊക്കെ ചെയ്യും എന്നുള്ള ആ മഹർഷിമാരത് പറയാണ്. പൃഥു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന പൃഥുവിൻ്റെ ചരിതത്തെ ആദൃത എന്ന് വെച്ചാൽ അത് കേട്ടിട്ട്, ശ്രദ്ധയോടെ അത് കേട്ട് സ്വീകരിച്ചിട്ട് യഥോപദേശം മുനിമാർ പറഞ്ഞു തന്ന അതേ രീതിയിൽ തന്നെ മുനിഭിഹി പ്രചോദിത, മുനിമാരാൽ പ്രചോദിപ്പിക്കപ്പെട്ടിട്ട് ശ്ലാഘ്യാനി കർമാണി, ഭഗവാനെ അങ്ങയുടെ സ്തുത്യർഹമായ സ്തുതിക്കപ്പെടേണ്ട ആ കർമ്മങ്ങളെ വയം ഞങ്ങൾ വിദന്മഹി സ്തുതിക്കാമെന്ന്, പ്രചരിപ്പിക്കാം, പാടി പുകഴ്ത്താം എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. അതാണ് അതാ അഭി. എങ്കിൽ പോലും ഉദാരമനസ്കനായിട്ട് ഭഗവാൻ ശ്രീഹരിയുടെ അംശാവതാരമായി ജനിച്ച പൃഥു മഹാരാജാവിൻ്റെ ചരിതം മഹർഷിമാർ ഞങ്ങൾക്ക്, അവർ പറഞ്ഞല്ലോ പൃഥു ജനിച്ച വഴിക്ക് തന്നെ ഭഗവാന്റെ അവതാരമാണ്, ആ കൈരേഖ വരെ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൃഥുവിൻ്റെ ചരിതം, പൃഥു ഇങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ ചെയ്യുമെന്ന് മഹർഷിമാർ പറഞ്ഞു കൊടുത്തു ഈ സ്തുതി പാഠകർക്ക്. അതാണ് ആ കഥാമൃതം. ആ കഥാമൃതത്തെ കേട്ടിട്ട് ആദൃത എന്ന് വെച്ചാൽ അത് കേട്ട് ശ്രദ്ധയോടെ കേട്ടപ്പോൾ ആ മുനിമാരുടെ അനുവാദത്തോടു കൂടി നിർദ്ദേശപ്രകാരം അവർ പറഞ്ഞു തന്നതുപോലെ തന്നെ അങ്ങയുടെ സ്തുത്യർഹ, അങ്ങിങ്ങനെയൊക്കെ ഇനി വരാൻ പോകുന്ന കാലത്ത് ഈ ഭൂമിയിൽ ചെയ്യും എന്നുള്ള ആ കർമ്മങ്ങളെക്കുറിച്ച് ഞങ്ങൾ പാടി പുകഴ്ത്തട്ടെ എന്ന് ഭഗവാനോട് അനുവാദം ചോദിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഉള്ളിൽ തോന്നിയതല്ല, ഇവിടുത്തെ ഋഷിമാരുടെ നിർദ്ദേശമാണ്. അവർ പ്രവചിച്ചു കഴിഞ്ഞു പൃഥു ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം അവർ പറഞ്ഞു തന്ന കാര്യങ്ങളെ അതുപോലെ പ്രചരിപ്പിക്കാമെന്നാണ്. അപ്പോൾ പൃഥു മഹാരാജാവ് ഇനി വരാൻ പോകുന്ന കാലത്തെ എങ്ങനെയാണ് ഭൂമിയിൽ ഭരിക്കാൻ പോകുന്നതെന്ന് മഹർഷിമാർ പറഞ്ഞു കൊടുത്തത് എങ്ങനെ, അതാണ് നമ്മൾ ഇനി 4ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേ അനുവർത്തയൻ ഗോപ്താ ച ധർമ്മസേതൂനാം ശാസ്താ തത് പരിപന്തിനാം. ഏഷ, ആ പൃഥു മഹാരാജാവ്, സ്തുതിപാഠകർ പറയാണ് പൃഥു മഹാരാജാവ് ധർമ്മഭൃതാം, ധർമ്മം ചെയ്യുന്നവരിൽ വെച്ച് തന്നെ ശ്രേഷ്ഠ, ഏറ്റവും ശ്രേഷ്ഠനാണ്. ലോകം, ഈ ലോകത്തിന് ധർമ്മേ അനുവർത്തയൻ, ധർമ്മത്തെ അനുവർത്തിക്കാനായിട്ട് പ്രചോദനമായത് പൃഥുവാണെന്ന്. അതായത് പൃഥു മഹാരാജാവ് ആദ്യം തന്നെ ധർമ്മത്തിൽ ഊന്നി അധിഷ്ഠിതനായിട്ട് ജീവിച്ചു പ്രജകൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പ്രജകളെ കൂടി ധർമ്മം അനുവർത്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്, അതിലേക്ക് നയിച്ചത് ഈ ലോകത്തിനെ, അത് പൃഥുവാണ്. ധർമ്മം ചെയ്ത് ജീവിക്കുന്നവരിൽ ശ്രേഷ്ഠനും ഈ ലോകത്തിനെ മുഴുവനും ധർമ്മം ചെയ്യുന്നവരായി, ധർമ്മത്തിനെ അനുവർത്തിക്കുന്നവരാക്കി സ്വയം ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ട് അവരെ അതിലേക്ക് നയിച്ചതും പൃഥുവാണ്. ഇനി ധർമ്മസേതൂനാം, ധർമ്മമാകുന്ന ആ ഒരു സേതു, പാലം ഉണ്ടല്ലോ, അതിനെ ഗോപ്ത, അതിനെ കെട്ടിപ്പടുത്ത് സംരക്ഷിച്ചതും പൃഥു മഹാരാജാവാണ്. ഇനി ശാസിക്ക തത് പരിപന്തിനാം, ആ ധർമ്മത്തെ ആരാണോ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരെ ശാസിക്കുന്നതും പൃഥു രാജാവ് തന്നെയായിരിക്കും. അപ്പോൾ പൃഥു മഹാരാജാവിനെ പുകഴ്ത്തുകയാണ്, അവർ പാടി പുകഴ്ത്തുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് മഹർഷിമാർ പറഞ്ഞു കൊടുത്തു, അതുപോലെയാണ് അവർ പാടി പുകഴ്ത്തുന്നത്. അപ്പോൾ മഹർഷിമാർ എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് ഇവർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ധർമ്മം അനുവർത്തിക്കുന്നവരിൽ ശ്രേഷ്ഠനാണ് പൃഥു. അതുപോലെ തന്നെ ഈ ലോകത്തെ മുഴുവനും ധർമ്മത്തിൻ്റെ അനുവർത്തികളാക്കി മാറ്റിയത് പൃഥുവാണ്. സ്വയം ധർമ്മത്തിൽ ഊന്നി ജീവിച്ച് അവർക്കതിനുള്ള പ്രചോദനം കൊടുത്തു. ധർമ്മമാകുന്ന പാലത്തെ കെട്ടിപ്പടുത്ത് അതിനെ സംരക്ഷിച്ചവൻ പൃഥുവാണ്. ആരാണ് ധർമ്മത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് അവരെ ശിക്ഷിക്കുന്നവനുമായിരിക്കും പൃഥു മഹാരാജാവ്. ഇങ്ങനെയാണ് ആദ്യം പുകഴ്ത്തിയത്. ഇനി 2 ശ്ലോകം 5.
ഏഷ വൈ ലോകപാലാനാം ബിഭർത്തി ഏകഃ തനൗ തനുഃ കാലേ കാലേ യഥാഭാഗം ലോകയോഃ ഉഭയോഃ ഹിതം. ഏഷ ആ പൃഥു മഹാരാജാവ് വൈ തീർച്ചയായും ലോകപാലാനാം എല്ലാ ലോകപാലകന്മാരായ ദേവന്മാരുണ്ടല്ലോ അവരെല്ലാം ഏകഃ പൃഥുവിൻ്റെ ആ ഒരേ ഒരു തനു എന്ന് വെച്ചാൽ ആ ശരീരത്തിൽ ഇവരുടെ എല്ലാവരുടെയും തനൗ ദേവന്മാരുടെയൊക്കെ ശരീരങ്ങൾ ബിഭർത്തി ഇരിക്കുന്നു എന്ന്. ഇത് വേനൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പൃഥുവിൻ്റെ അച്ഛൻ എല്ലാ ദേവന്മാരും എന്നിലാണ് കുടികൊള്ളുന്ന സർവ്വദേവന്മാരുടെയും ശരീരം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിരുന്നു. അതൊരിക്കലും യാഥാർത്ഥ്യമായിരുന്നില്ല. പക്ഷേ ഇവിടെ സ്തുതിപാഠകർ പാടുകയാണ് ഈ ലോകത്ത് കാണുന്ന സകല ദേവന്മാരുടെയും ശരീരം പൃഥുവിൻ്റെ ആ ഒരൊറ്റ ശരീരത്തിലാണ് കുടികൊള്ളുന്നത്. കാലേ കാലേ യഥാകാലം അതാത് കാലത്ത് യഥാഭാഗം അവരവരുടെ ഓഹരി അവരവരുടെ ഭാഗത്തെ ലോകയോഹോ എന്ന് വെച്ചാൽ ലോകം മുഴുവനും ഉഭയോഹോ എന്ന് വെച്ചാൽ മറ്റേ ലോകവും രണ്ടാമത്തെ ലോകം എന്ന് വെച്ചാൽ ഈ ഭൂലോകവും സ്വർഗലോകവും ഹിതം ഇവിടെയൊക്കെ ഈ ഭൂലോകത്തിനും സ്വർഗലോകത്തിനും ഹിതത്തിന് വേണ്ടി യഥാകാലം ആ പൃഥു മഹാരാജാവ് അത് യഥാഭാഗം അതാത് ദേവന്മാരുടെ ഭാഗം കൃത്യമായി ചെയ്തുകൊണ്ടേയിരുന്നു എന്ന്. ഇപ്പം മഴയ്ക്കൊരു ദേവൻ, അഗ്നിദേവൻ, ഭൂമിദേവി, വായുദേവൻ, വരുണദേവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദിക്കുകളുടെ ഇന്ദ്രിയങ്ങളുടെ ഒക്കെ നിയന്ത്രിത ദേവന്മാരുണ്ടല്ലോ. ഇവരാണ് ലോകപാലകന്മാരായ ദേവന്മാർ. ഈ ദേവന്മാരൊക്കെ പൃഥുവിൻ്റെ ശരീരത്തിലാണ് കുടികൊള്ളുന്നത്. കാരണം പൃഥു ആരാണെന്നറിയാലോ, ഭഗവാന്റെ അംശാവതാരമാണ്. അപ്പോൾ ഈ ദേവന്മാരുടെയൊക്കെ ശരീരങ്ങൾ പൃഥുവിൻ്റെ ആ ഒരൊറ്റ ഏകതനു ഒറ്റ ശരീരത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നു കൊണ്ട് ഈ ഭൂലോകത്തിനും സ്വർഗലോകത്തിനും ഹിതമായിട്ടുള്ള കാര്യങ്ങൾ അതാത് കാലത്ത് പൃഥു മഹാരാജാവ് കൃത്യമായി ചെയ്യുകയും ചെയ്യും എന്ന് അവർ രണ്ടാമത് പുകഴ്ത്തി. ഇനി ശ്ലോകം 6 മൂന്നാമത് എന്താണ് പറഞ്ഞത്? വസുകാല ഉപാദത്തെ കാലേച്ച അയം വിമുഞ്ചതി സമഹ സർവഭൂതേഷു പ്രതപൻ സൂര്യവദ് വിഭു. വസു എന്ന് വെച്ചാൽ സമ്പത്ത് കേട്ടോ. കാലേ എന്ന് വെച്ചാൽ യഥാകാലം, ഉപാദത്തെ സമ്പാദിച്ചു. പൃഥു മഹാരാജാവ് ഇനി വരാൻ പോകുന്ന കാലത്ത് അതാത് കാലത്ത് വേണ്ട സമ്പത്തിനെ, ധനത്തിനെ, ഭക്ഷണ പദാർത്ഥങ്ങളെ ഒക്കെ സ്വരൂപിച്ച് ശേഖരിച്ച് സൂക്ഷിച്ച് കാലേ അതാത് കാലത്ത് അയം വിമുഞ്ചതി ആ സമ്പത്തിനെ വിമുഞ്ചതി എന്ന് വെച്ചാൽ പ്രജകൾക്കായി കൊടുത്തു എന്ന്. ഓരോ സാധനങ്ങൾ കിട്ടുന്നതിനും ഓരോരോ കാലഘട്ടം ഉണ്ടല്ലോ. കൃഷിക്ക് ഒരു കാലം, അപ്പം അതുപോലെ പൂക്കാനും കായ്ക്കാനും പണം സമ്പാദിക്കാനും എന്നൊക്കെ പറയുന്നത് പോലെ അതാത് കാലത്ത് യഥാവിധി പണത്തെ എല്ലാ സർവ്വസമ്പത്തിനെയും സമ്പാദിച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് അതാത് കാലത്ത് ഉപയോഗിക്കേണ്ട സമയത്ത് അത് പ്രജകൾക്കൊക്കെ രാജാവ് വീതിച്ചു കൊടുക്കുകയും പ്രജകളിലേക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ സർവേഷു ഭൂതേഷു സമഹ. പൃഥുരാജാവിനെ സംബന്ധിച്ചിടത്തോളം സർവേഷു ഭൂതേഷു ഈ ഭൂമിയിലെ സർവചരാചരങ്ങളും സമഹ തുല്യമാണ്. പ്രതപൻ എന്ന് വെച്ചാൽ പ്രകാശിക്കുക, സൂര്യവത് വിഭു സൂര്യനെ പോലെ പ്രകാശിക്കുക എന്ന് പറയാൻ കാരണം എന്താ? സൂര്യൻ്റെ പ്രകാശം ചെടികൾക്ക് കൂടുതൽ കിട്ടണോ, മനുഷ്യർക്ക് കുറവ് കിട്ടണോ, മൃഗങ്ങൾക്ക് കൂടുതൽ കിട്ടണോ എന്ന വ്യത്യാസമുണ്ടോ? ഓരോ മൺതരിയിലും മനുഷ്യനിലും പർവ്വതങ്ങളിലും മരങ്ങളിലും ഒരു പുൽനാമ്പിലും പക്ഷിമൃഗാദികളിലും എല്ലാത്തിലും സൂര്യപ്രകാശം ഒരുപോലെയാണ് അവയിലേക്ക് എല്ലാം ഒരേപോലെയാണ് ആ സൂര്യപ്രകാശം എന്താ പറയുക പ്രതിഫലിക്കുന്നത് അല്ലേ. ചിലതിന് കുറച്ച് അളവ് കുറച്ച് കൊടുക്കുക, ചിലതിന് ഇത്തിരി അളവ് കൂടുതൽ കൊടുക്കുക എന്നൊരു വേർതിരിവ് സൂര്യഭഗവാനില്ല. സൂര്യഭഗവാന്റെ ആ പ്രകാശം എല്ലാവരും ഒരുപോലെയാണ് അനുഭവിക്കുന്നത്. അതാണ് സൂര്യവത് വിഭുഹു. അതുപോലെ തന്നെ പൃഥു മഹാരാജാവിൻ്റെ ആ പ്രതാപം എല്ലാ പ്രജകളും ഒരേപോലെയാണ് അനുഭവിക്കുന്നത്. ചില ആളുകളോട് കുറച്ച് സ്നേഹം കൂടുതൽ, ചിലരോട് കുറച്ച് സ്നേഹക്കുറവ്, അങ്ങനെ ഒരു വേർതിരിവ് പൃഥു മഹാരാജാവിന് ഇല്ല എന്ന്. സൂര്യൻ്റെ പ്രകാശം എല്ലാ ചരാചരങ്ങളും എങ്ങനെ തുല്യമായി അനുഭവിക്കുന്നു, അതുപോലെ പൃഥു മഹാരാജാവിൻ്റെ പ്രതാപം, മഹത്വം, അതിൻ്റെ എല്ലാ സുഖങ്ങളും അതിൻ്റെ എല്ലാ ക്ഷേമങ്ങളും എല്ലാ പ്രജകളും ഒരുപോലെയാണ് അനുഭവിച്ചിരുന്നത്, സമമായിട്ട്. കാരണം രാജാവിന് എല്ലാവരും ഒരുപോലെയായിരുന്നു, ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതാത് കാലത്ത്
അതാത് രീതിയിലുള്ള പണവും ഭക്ഷണവസ്തുക്കളും ശേഖരിച്ച് യഥാകാലം അത് പ്രജകൾക്കായി രാജാവ് വീതിച്ചു കൊടുക്കുകയും ചെയ്യും എന്നും ഇതൊക്കെ രാജാവിൻ്റെ ചെയ്യാൻ പോകുന്ന ഗുണങ്ങളെക്കുറിച്ച് ആ സ്തുതിപാഠകർ മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം പാടി പുകഴ്ത്തുകയാണ്. ശ്ലോകം 7. തിദീക്ഷതി അക്രമം വൈന്യ ഉപരി അക്രമതാം അഭി. തിദീക്ഷതി അക്രമം വൈന്യ ഉപരി അക്രമതാം അഭി ഭൂതാനാം കരുണഃ ശശ്വത് ആർത്താനാം ക്ഷിതിവൃത്തിമാൻ. തിദീക്ഷതി എന്ന വാക്ക് കേൾക്കുമ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഭഗവത്ഗീതയിലെ തിദീക്ഷാഭാവം, സമചിത്തത, ബാലൻസ്ഡ് ആയിട്ടുള്ള മൈൻഡ്. അക്രമം എന്ന് വെച്ചാൽ അക്രമം എന്ന് വെച്ചാൽ അപരാധം. വൈന്യ എന്ന് വെച്ചാൽ വൈമേനൻ്റെ പുത്രൻ പൃഥു മഹാരാജാവ്. ഉപരി അക്രമതാം അഭി, പൃഥു മഹാരാജാവിനേക്കാൾ ഉപരി മുകളിലാണ് ഞാൻ എന്ന്. അക്രമതാം എന്ന് വെച്ചാൽ പൃഥു മഹാരാജാവിനെ ചവിട്ടിക്കേറുക എന്നർത്ഥം. അതായത് ശരിക്കും ചവിട്ടിക്കേറുക എന്നല്ല അതിൻ്റെ അർത്ഥം. അഹങ്കാരം, ഉള്ളിൽ തോന്നുന്ന അഹങ്കാരം. ഞാൻ രാജാവിനേക്കാൾ വലിയവനാണ് എന്ന് ഒരാൾക്ക് അഹങ്കാരം തോന്നിയാൽ പോലും, എങ്കിൽ പോലും ആ അക്രമം, ആ അപരാധത്തെ രാജാവ് തിദീക്ഷതി, ക്ഷമിച്ചു കൊടുക്കുന്നു. അതായത് അവരോട് അതിന് ദേഷ്യമില്ല. ഞാൻ പൃഥുവിനേക്കാൾ വലിയവനാണ്, കഴിവുള്ളവനാണ്, ഉയർന്നവനാണെന്ന് ഈ പ്രജകളിൽ ആർക്കെങ്കിലും തോന്നിയാൽ പോലും പൃഥുരാജാവിന് അവരോടൊരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. തിദീക്ഷതി എന്ന് വെച്ചാൽ അവരോട് ക്ഷമിക്കും, സമചിത്തമായി പെരുമാറും. അതുമാത്രമല്ല, ഭൂതാനാം, എല്ലാ ചരാചരങ്ങളോടും കരുണ ശശ്വത്, കാരുണ്യം നിറഞ്ഞ രീതിയിൽ, അതായത് എപ്പോഴും ഒരു ഒരു അലിവാർന്ന ഹൃദയത്തോടു കൂടിയാണ് പൃഥു പെരുമാറുന്നത്. ആർത്താനാം ക്ഷിതിവൃത്തിമാൻ, ആർത്താനാം എന്ന് വെച്ചാൽ ദുഃഖിതരായവരോടൊക്കെ കാരുണ്യത്തോടു കൂടി പെരുമാറും. ക്ഷിതിവൃത്തിമാൻ, ക്ഷിതി ഭൂമിയുടെ വൃത്തി എന്താന്ന് വെച്ചാൽ എന്താ? ഭൂമിയുടെ വൃത്തി സഹനം, അല്ലേ? ക്ഷമിക്കുക, നമ്മളെയൊക്കെ ഇങ്ങനെ സഹിച്ച് താങ്ങി നിർത്തുക, അതാണ് ഭൂമിയുടെ കർമ്മം. എന്നതുപോലെ ഭൂമിയെ പോലെ തന്നെ എല്ലാവരോടും ക്ഷമിച്ച് എല്ലാത്തിനെയും സഹിച്ച് താങ്ങി നിർത്തുന്നവനായിരിക്കും പൃഥു മഹാരാജാവ് എന്ന്. അതാണ് പറഞ്ഞത്. തന്നേക്കാൾ മുകളിലാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രജയോട് പോലും ഒരു ദേഷ്യമില്ലാതെ അവരോട് പോലും ക്ഷമിച്ച് സർവ്വചരാചരങ്ങളോടും ദുഃഖിതരോടും ഒക്കെ കാരുണ്യം നിറഞ്ഞ മനസ്സോടുകൂടി ഒരു ഭൂമിയെ ദേവിയെ പോലെ സഹനശക്തിയുള്ളവനായിരിക്കും പൃഥു മഹാരാജാവ് എന്നും അവർ പാടിപ്പുകഴ്ത്തി. ശ്ലോകം 8. ദേവേ അവർഷതി അസൗ ദേവോ നരദേവ ബഭുഃ ഹരിഃ കൃച്ഛ്രപ്രാണഃ പ്രജാ ഹി ഏഷ രക്ഷിഷ്യതി അഞ്ജസാ ഇന്ദ്രവത്. ദേവേ അവർഷതി അസൗ ദേവോ നരദേവ ബഭുഃ ഹരിഃ കൃച്ഛ്രപ്രാണഃ പ്രജാ ഹി ഏഷ രക്ഷിഷ്യതി അഞ്ജസാ ഇന്ദ്രവത്. ദേവേ വർഷതി, ദേവേന്ദ്രൻ, വർഷതി അവർഷതി എന്നാണ് കേട്ടോ. ദേവേ അവർഷതി എന്ന് വെച്ചാൽ മഴ പെയ്യിപ്പിക്കുന്ന ദേവൻ ഇന്ദ്രനാണെന്നറിയാലോ. ഈ ഒരു സമയം ദേവേന്ദ്രൻ അവർഷതി, മഴ പെയ്യാതിരിക്കുകയാണെങ്കിൽ, മഴയെ തടഞ്ഞു നിർത്തുകയാണെങ്കിൽ, അസൗ പൃഥു മഹാരാജാവ്, അസൗ ദേവോ എന്ന് വെച്ചാൽ പൃഥു മഹാരാജാവ്, കൃച്ഛ്രപ്രാണഃ അതായത് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ, പ്രജകളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഹി ഏഷ അഞ്ജസ വളരെ എളുപ്പത്തിൽ ഇന്ദ്രവത്ത് ഇന്ദ്രനെ പോലെ അവിടെ മഴ പെയ്യിപ്പിക്കുമെന്ന്. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. ദേവേന്ദ്രനെ എങ്ങാനും ഒരല്പം എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയിട്ട് ഇനി ഭൂമിയിൽ മഴ ഇപ്പം പെയ്യിക്കണ്ട എന്ന് തോന്നിയിട്ട് മഴയെ തടഞ്ഞു നിർത്തിയാൽ പോലും അതിനെ പൃഥു സമ്മതിക്കില്ല എന്ന്. കാരണം എല്ലാ ദേവന്മാരുടെയും ശരീരം പൃഥു മഹാരാജാവിൻ്റെ ശരീരത്തിലാണ് കുടിയിരിക്കുന്നത്. ദേവേന്ദ്രൻ മുടക്കിയാലും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, പ്രജകളുടെ ദുരിതം കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാൻ എത്രയും പെട്ടെന്ന് പൃഥു മഹാരാജാവ് വളരെ പെട്ടെന്ന് ഭൂമിയിൽ മഴ പെയ്യിക്കും. എന്നിട്ട് അതിന് ഹി ഏഷ എന്ന് വെച്ചാൽ എന്താ അതിന് കാരണം എന്താ പറയുന്നത്? നരദേവ വഭുഃ ഹരി. ഈ നരദേവൻ എന്ന ശരീരം സ്വീകരിച്ച് വന്നത് സാക്ഷാൽ ശ്രീഹരി അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കർമ്മം തടസ്സപ്പെടുത്തി അധർമ്മത്തെ ചെയ്യാൻ ഒരിക്കലും ഭഗവാൻ സമ്മതിക്കില്ല എന്ന്. ഇന്ദ്രദേവൻ എന്തെങ്കിലും തോന്നി മഴയെ തടഞ്ഞു നിർത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ, പ്രജകളെ ആ ദുരിതമില്ലാതാക്കാൻ പൃഥു മഹാരാജാവ് എത്രയും പെട്ടെന്ന് ഭൂമി ഇന്ദ്രനേക്കാൾ നന്നായിട്ട് മഴ പെയ്യിക്കും. കാരണം
പൃഥു എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീഹരിയുടെ അംശാവതാരമായിട്ട് ഭൂമിയിൽ രാജാവായിട്ട് നരന്മാരുടെ ദേവനായി ജനിച്ച പൃഥുവാണ്. അതുകൊണ്ട് പൃഥു മഹാരാജാവ് തീർച്ചയായും അത് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. ശ്ലോകം 9. അപ്യായയതി അസൗ ലോകം വധനാ അമൃതമൂർത്തിന സ അനുരാഗ അവലോകേന വിശദ സ്മിതചാരുണ. അപ്യായയതി എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ധന്യമാക്കുക, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചു കൊടുക്കുക, നന്നാക്കി കൊണ്ടുവരിക എന്നത്. അസൗ ആ പൃഥു മഹാരാജാവ് ലോകം, ഈ ലോകത്തെ മുഴുവനും ധന്യമാക്കും. എന്തുകൊണ്ട്? വദന അമൃതമൂർത്തിന, ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന തൻ്റെ വദനം, മുഖം കാണിച്ചുകൊണ്ട്, സ അനുരാഗ അവലോകേന, എല്ലാവരോടും വാത്സല്യത്തോടു കൂടി പെരുമാറിക്കൊണ്ട്, വിശദസ്മിത ചാരുണ, അതായത് മനോഹരമായ പുഞ്ചിരി കൊണ്ടും, അപ്പോൾ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖം കൊണ്ടും എല്ലാവരോടും വാത്സല്യത്തോടെ പെരുമാറിയിട്ടും തിളങ്ങുന്ന മനോഹരമായ പുഞ്ചിരിയോടും കൂടി പൃഥു മഹാരാജാവ് ഈ ലോകത്തെ മുഴുവനും ധന്യമാക്കി കളയും എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 10 അടുത്ത വർണ്ണന. അത് പറയുന്നത് ഇനി പൃഥുവിൻ്റെ, ഇപ്പോൾ അതൊക്കെ പൊതുവായ കാര്യങ്ങൾ പറഞ്ഞു. ഇനി പൃഥു മഹാരാജാവിൻ്റെ ആ പാണ്ഡിത്യം, ആ ഒരു കഴിവിനെയാണ് പറയുന്നത് കേട്ടോ. ശ്ലോകം 10 അവ്യക്ത വർമ്മ ഏഷ നിഗൂഢകാര്യ ഗംഭീരവദ ഉപഗുപ്തവിത്ത അനന്തമാഹാത്മ്യ ഗുണൈകധാമ പൃഥുഃ പ്രജേത ഇവ സംവൃതാത്മാ. അവ്യക്തം, സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, വർമ്മ ഏഷ, നയങ്ങളുള്ള രാജാവായിരിക്കും പൃഥു എന്ന്. ഒരു സാധാരണക്കാരന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല പൃഥുവിൻ്റെ തീരുമാനങ്ങൾ, ഭരണകാര്യത്തിൽ നയങ്ങൾ. അപ്പോൾ സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവ്യക്തമായ ഭരണ നയങ്ങളുള്ള രാജാവാണ് പൃഥു മഹാരാജാവ്. നിഗൂഢകാര്യ, നിഗൂഢമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കർമ്മങ്ങൾ ചെയ്യുന്നവൻ, അതാണ് നിഗൂഢകാര്യ, നിഗൂഢമായ കർമ്മങ്ങൾ ചെയ്യുന്ന രാജാവായിരിക്കും. ഗംഭീരവദ, ഗംഭീരമായ ആശയങ്ങളെ പ്രവർത്തിച്ചു കാണിക്കാൻ നല്ല കഴിവുള്ള രാജാവായിരിക്കും. ഉപഗുപ്ത വിത്ത, ഉപഗുപ്ത വിത്ത എന്ന് വെച്ചാൽ ഖജനാവിൽ എത്ര പണമുണ്ടെന്ന് പൃഥുവിനല്ലാതെ വേറൊരാൾക്കും അറിയാൻ പറ്റില്ല എന്ന് സൂക്ഷിച്ച്, അതായത് ഖജനാവിലെ സ്വത്ത് എത്രയെന്ന് ഒരാൾക്കും, പൃഥു സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്ത് എത്രയാണെന്ന് വേറൊരാൾക്കും അറിയാൻ പറ്റില്ല എന്ന്, അത്രയ്ക്കും അധികം അതൊക്കെ രഹസ്യമാക്കി വെക്കും. അനന്ത മാഹാത്മ്യ ഗുണൈകധാമ, അതായത് പരിമിതിയില്ലാത്ത മാഹാത്മ്യങ്ങളും ഗുണങ്ങളും നിറഞ്ഞവനാണ് ആ പൃഥു. അങ്ങനെയുള്ള പൃഥുഃ പ്രജേത ഇവ, പ്രജേത എന്ന് വെച്ചാൽ വരുണൻ, സമുദ്രം. ആ വരുണൻ എന്നതുപോലെ, സമുദ്രദേവനെ പോലെ സംവൃതാത്മാ എന്ന് പറയാൻ കാരണം എന്താ? സമുദ്രദേവനെ ഉദാഹരണം, സമുദ്രദേവൻ സമുദ്രത്താൽ ആവരണം ചെയ്യപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ദൈവീക സമുദ്രദേവനാകുന്ന ശക്തി ഉണ്ടെന്ന് ഒരു സാധാരണക്കാരനും സമുദ്രത്തെ കാണുമ്പോൾ ഓർക്കാറില്ല, അല്ലേ? സമുദ്രത്തെ കാണുമ്പോൾ സമുദ്രത്തെ നിയന്ത്രിക്കുന്ന ഒരു ദേവൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന്, ആ ശക്തി അവിടെ ഉണ്ട് എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ സമുദ്രദേവനെ സമുദ്രം എങ്ങനെയാണോ ആവരണം ചെയ്തിരിക്കുന്നത്, അതാണ് സംവൃതാത്മ, ആവരണം ചെയ്തിരിക്കുന്നത് ഇവ എന്ന പോലെ പൃഥുവിൻ്റെ മഹാത്മ്യം, പൃഥുവിൻ്റെ കർമ്മങ്ങളുടെ ആ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ ഒരു സാധാരണക്കാരന് അത്ര പെട്ടെന്ന് സാധിക്കില്ല എന്ന്. ആ രഹസ്യങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടതായിരിക്കും പൃഥുവിൻ്റെ തീരുമാനങ്ങൾ, ഭരണകാര്യത്തിലെ നയങ്ങൾ ഒരു സാധാരണക്കാരന് അവ്യക്തമാണ്. കർമ്മങ്ങൾ വളരെ നിഗൂഢമായിരിക്കും. ഗംഭീരമായ ആശയങ്ങൾ ചെയ്തു കാണിക്കാൻ നല്ല കഴിവായിരിക്കും. അത് പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. ഖജനാവിൽ എത്ര ധനമുണ്ടെന്ന് ഒരാൾക്കും, പൃഥു മഹാരാജാവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അങ്ങനെ അനന്തമായ അവ്യക്തമായ മാഹാത്മ്യങ്ങളും ഗുണങ്ങളും ചേർന്ന പൃഥു മഹാരാജാവ് സമുദ്രദേവനെ പോലെ, സമുദ്രത്താൽ ആവരണം ചെയ്യപ്പെട്ടവനെ പോലെ. അപ്പോൾ സമുദ്രദേവൻ അതിനകത്തുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റാത്തതുപോലെ പൃഥുവിൻ്റെ തീരുമാനങ്ങളും നയങ്ങളും ഒരു സാധാരണക്കാരന് തീർത്തും അവ്യക്തമായിരിക്കും. അത്രയ്ക്ക് പാണ്ഡിത്യമായിരിക്കും പൃഥുവിനുള്ളത് എന്നാണ് പറയുന്നത്. ശ്ലോകം 11
ദുരാസദഃ ദുർവിഷഃ ആസന്ന അഭി വിദുരവത് ന ഏവ അഭിഭവിതും ശക്യഃ വേന അരണി ഉത്തിതഃ അനലഃ. ദുരാസദ അതായത് മനസ്സിലാക്കാൻ സാധിക്കാത്തതും ദുർവിഷഃ സഹിക്കാൻ കഴിയാത്തതുമാണ് ആസന്നഃ അതായത് ആസന്നഃ അഭി എന്ന് വെച്ചാൽ തൊട്ടടുത്തുണ്ടെങ്കിൽ പോലും വിദൂരവത്ത് അകലെ നിൽക്കുന്നവനെ പോലെയാണെന്ന്. പൃഥു മഹാരാജാവിൻ്റെ കാര്യം, രാജാവ് നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ പോലും ഒരുപാട് ദൂരെ നിൽക്കുന്ന ഒരാളെ പോലെ പെട്ടെന്ന് രാജാവിൻ്റെ മനസ്സിൽ എന്താണെന്നും രാജാവിൻ്റെ തീരുമാനങ്ങൾ എന്താണെന്നും ഒന്നും ആർക്കും മനസ്സിലാക്കാനും സാധിക്കില്ല. പൃഥുവിൻ്റെ ആ ദുർവിഷഹ എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്തത് എന്താ, പൃഥു മഹാരാജാവിൻ്റെ ആ പ്രഭാവം. ആ പ്രഭാവം പെട്ടെന്നൊരു സാധാരണക്കാരന് സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. ആ ശക്തി പ്രഭാവത്തിൻ്റെ മുന്നിൽ ഒരു സാധാരണക്കാരന് സഹിക്കാൻ പറ്റില്ല. ആ പൃഥുവിൻ്റെ പ്രഭാവം, പ്രഭുവിൻ്റെ തീരുമാനങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുണ്ടെങ്കിലും ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൂരെ നിൽക്കുന്ന പോലെയായിരിക്കും. കാരണം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് ഒരുപാട് അകലെയുള്ളവനെ പോലെയായിരിക്കും പൃഥുവിനെ മറ്റുള്ളവർക്ക് അനുഭവിപ്പിക്കാൻ കഴിയാന്ന്. കാരണം ആ പ്രഭാവത്തെ ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റില്ല. പിന്നെ ആ തീരുമാനങ്ങളെ ഉള്ളിൽ എന്താണെന്ന് പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാനും പറ്റില്ല. അത് അങ്ങനെ ന ഏവ അഭിഭവിതും എന്ന് വെച്ചാൽ പരാജയപ്പെടുത്തുക, ശക്യ എന്ന് വെച്ചാൽ ശക്തിയില്ല എന്ന്, ന ഏവ ഇല്ല വെച്ചാൽ ഇല്ല. അപ്പോൾ വേറെ ആർക്കും പൃഥുവിനെ പരാജയപ്പെടുത്താനുള്ള ശക്തിയും ഇല്ല. ആ പൃഥു വേനനാകുന്ന അരണി പോലെ, അരണി വിറകിൽ നിന്നും ഉത്തിത ഉണ്ടായ അനലഹ അഗ്നിയാണ് ആ പൃഥു എന്ന്. അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കുന്നത് പോലെ വേനനാകുന്ന അരണിയെ കടഞ്ഞ് ആ കൈകളിൽ നിന്നും ഉദ്ഭവിച്ച അഗ്നിയാണ് പൃഥു. അതുകൊണ്ട് തന്നെ പൃഥുവിൻ്റെ പ്രഭാവം ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റില്ല. പൃഥുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാനും പറ്റില്ല. തൊട്ടടുത്ത് നിന്നാലും ദൂരെ എന്ന പോലെയാണ് ഇത് ആളുകൾക്ക് അനുഭവപ്പെടുകയുള്ളൂ. അതുമാത്രമല്ല ആർക്കും പൃഥുവിനെ പരാജയപ്പെടുത്താനും സാധിക്കില്ല. കാരണം ശരീരത്തിൽ നിന്നും ഉദ്ഭവിച്ച അഗ്നിയാണ് പൃഥു മഹാരാജാവ് എന്നും അവർ പാടിപ്പുകഴ്ത്തി. ശ്ലോകം 12. അന്തഃ ബഹി ച ഭൂതാനാം പശ്യൻ കർമാണി ചാരണൈഹി ഉദാസീന ഇവ അധ്യക്ഷഃ വായു ആത്മ ഏവ ദേഹിനാം. അന്തഃ അകത്തും, ബഹിഹി പുറത്തും, ഭൂതാനാം അതായത് പ്രജകളുടെ ഉള്ളിലെന്താ, അവരുടെ കർമ്മം എന്താ എന്നിങ്ങനെയുള്ള കർമാണി അവരുടെ അകത്തും പുറത്തുമുള്ള കർമ്മങ്ങളെ ചാരണൈഹി ചാരന്മാരിലൂടെ പശ്യൻ പൃഥു മനസ്സിലാക്കിയെന്ന്, കണ്ടറിഞ്ഞു എന്ന്. എല്ലാ പ്രജകളുടെയും ഉള്ളുകൊണ്ട് അവർ ചെയ്യുന്ന കർമ്മവും ശരീരം കൊണ്ട് അവർ ബാഹ്യമായ കർമ്മവും, അതായത് മനസ്സിൽ അവരെന്താ ചിന്തിക്കുന്നത്, പിന്നെ ശരീരം കൊണ്ട് അവരൊക്കെ എന്ത് കർമ്മമാണ് ചെയ്യുന്നത്, ഇത് മനസ്സിലാക്കാൻ പൃഥു മഹാരാജാവ് കുറേ ചാരന്മാരെ അയക്കും. എന്നിട്ട് അവരിലൂടെ ഇതൊക്കെ മനസ്സിലാക്കും. എന്നിട്ട് ഉദാസീന ഒന്നും അറിയാത്തവനെ പോലെ, ഒരു അലസനെ പോലെ ഇവ അധ്യക്ഷ ദേഹിനാം ശരീരത്തിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും? ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന അധ്യക്ഷൻ എന്നാൽ സാക്ഷിയായിരിക്കുന്ന ആത്മാവ് എന്ന പോലെ ആ ആത്മാവ് വായു എന്ന് വെച്ചാൽ വായു എന്ന പോലെ, ആത്മേവ എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ സാക്ഷിയായിരിക്കുന്ന ആത്മാവ് ഒരു വായു എന്ന പോലെ ഉദാസീന. വായുവിൻ്റെ സ്വഭാവം എന്താ? വായുവിനെ എവിടെയെങ്കിലും ഒട്ടിച്ചേരാൻ പറ്റുമോ? വായുവിന് ഒന്നിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ല അല്ലേ? വായു ഇങ്ങനെ സ്വതന്ത്രമായി നടക്കുക. കുറേ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒട്ടിച്ചേർന്ന് വായു ഇരിക്കില്ല. സ്വതന്ത്രമായിട്ട് ഒന്നിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെയാണ് വായു നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ സാക്ഷിയായിരിക്കുന്ന ആ ആത്മാവ് എന്ന് പറഞ്ഞാൽ പൃഥു ആ ആത്മാവായി നിന്നുകൊണ്ട് ഒരു വായുവിനെ പോലെ അലസനായി കാണപ്പെട്ടു. കാണുന്നവർക്ക് അങ്ങനെ തോന്നും. പക്ഷേ വളരെ ശ്രദ്ധയോടെ ഓരോ പ്രജകളുടെ അകത്തും പുറത്തും എന്താണ് അവർ കർമ്മം ചെയ്യുന്നത്, മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു, ശരീരം കൊണ്ട് എന്ത് പ്രവർത്തിക്കുന്നു എന്നറിയാൻ ചാരന്മാരെ നിയമിച്ച് അവരിലൂടെ എല്ലാം അദ്ദേഹം ഭൂമിയിൽ ലോകത്ത് രാജ്യത്ത് നടക്കുന്ന എല്ലാം അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ നോക്കുന്നവർക്ക്
ഒരു വായു പോലെ ഇങ്ങനെ ഒരു ഉദാസീനനായിട്ട് വായു എങ്ങനെയാ ഇങ്ങനെ പറന്ന് നടക്കും അല്ലേ, വായു ഇങ്ങനെ കാറ്റ് ഇങ്ങനെ വീശി നടക്കും, ഒരു ഉദാസീനനെ പോലെ, എവിടെയും അറ്റാച്ച്മെൻ്റ് ഇല്ല, ഒട്ടിപ്പിടിക്കുന്നുമില്ല എന്ന പോലെ ആത്മാവായിക്കൊണ്ട്, ശരീരത്തിൽ സാക്ഷിയായിരിക്കുന്ന ആത്മാവായിക്കൊണ്ട് പൃഥു ഒരു ഉദാസീനനെ പോലെ കാണപ്പെട്ടു. പക്ഷേ എല്ലാ പ്രജകളുടെയും അകത്തും പുറത്തും എന്തെന്ന് അദ്ദേഹം അറിയും എന്നാണ് പറയുന്നത്. ശ്ലോകം 13. ന അദണ്ഡ്യം ദണ്ഡയതി ഏഷ സുതം ആത്മദിശാം അഭി ദണ്ഡയതി ആത്മജം അഭി ദണ്ഡ്യം ധർമ്മപദേ സ്ഥിത. എന്ന് വെച്ചാൽ ഇല്ലാന്ന്, ദണ്ഡ്യം തെറ്റ് ദണ്ഡ്യം എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പം ന ദണ്ഡ്യം എന്ന് വെച്ചാൽ അദണ്ഡ്യം, അദണ്ഡ്യമല്ല, ന അദണ്ഡ്യം. അപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ദണ്ഡയതി എന്ന് വെച്ചാൽ ശിക്ഷിക്കുക. ഏഷ പൃഥ്വിരാജാവ് ഒരിക്കലും ശിക്ഷിക്കില്ല എന്നും. ഒരാൾ അദണ്ഡ്യം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദണ്ഡയതി പൃഥു മഹാരാജാവ് അവനെ ഒരിക്കലും ശിക്ഷിക്കില്ല. അവനിനി സുതം പുത്രൻ, ആത്മദിഷം പൃഥുവിനെ ശത്രുവായി കാണുന്ന ശത്രുവിൻ്റെ പുത്രൻ അഭി ആണെങ്കിൽ പോലും അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പൃഥു മഹാരാജാവ് ഒരിക്കലും അവനെ ശിക്ഷിക്കില്ല. എന്നാൽ ദണ്ഡയതി തീർച്ചയായും ശിക്ഷിക്കും. ആത്മജാം അഭി അത് പൃഥുവിൻ്റെ സ്വന്തം പുത്രനാണെങ്കിൽ പോലും ദണ്ഡ്യം ശിക്ഷിക്കപ്പെടേണ്ട തെറ്റ് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം പുത്രനാണെങ്കിൽ പോലും പൃഥു അവനെ ശിക്ഷിക്കും. എന്നാൽ തൻ്റെ ശത്രുവിൻ്റെ പുത്രൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ എൻ്റെ ശത്രുവിൻ്റെ പുത്രനല്ലേ, അവനിട്ട് ഒരു ശിക്ഷ കൊടുക്കണം, ശത്രുവിനോടുള്ള ദേഷ്യം തീർക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കില്ല. ആ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ശത്രുവിൻ്റെ മകനാണെങ്കിൽ പോലും അവനെ ശിക്ഷിക്കില്ല. തെറ്റ് ചെയ്തത് സ്വന്തം പുത്രനാണെങ്കിൽ, സ്വന്തം മകനാണെങ്കിൽ പോലും അവനെ ശിക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ധർമ്മപദേ സ്ഥിത ധർമ്മത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നവനായിരിക്കും പൃഥു മഹാരാജാവ്. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മഹർഷിമാരുടെ നിർദ്ദേശപ്രകാരം സ്തുതിപാടുകർ പാടി പുകഴ്ത്തുകയാണ്. കണ്ട, ഓരോ കാര്യങ്ങളും തെറ്റാതെ പാടി പുകഴ്ത്തുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മതി. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ നോക്കാം.